യെസ്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതായത് യുദ്ധം ഉണ്ടാക്കുന്ന ആഗോള തലത്തിലുണ്ടാക്കുന്ന പ്രതിസന്ധി, നമ്മുടെ രാജ്യത്തിനുണ്ടാക്കുന്ന പ്രതിസന്ധി എങ്ങനെയൊക്കെ, അതോടൊപ്പം ഊർജ്ജ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റം നമ്മുടെ ദൈനംദിന ജീവിതത്തെ അതെങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നത്. അതിൽ ഒന്നാണ് മണ്ണെണ്ണ വില ഇപ്പോൾ കുതിക്കുന്നു എന്നത്. 3 ആഴ്ചയ്ക്കുള്ളിൽ കൂടിയത് 55 രൂപയാണ് ഒരു ലിറ്ററിന്. മണ്ണെണ്ണ വില ഇങ്ങനെ കുത്തനെ ഉയർന്ന് ഇപ്പോൾ 155.37 രൂപയിലേക്കാണ് എത്തി നിൽക്കുന്നത്. അതായത് നേരത്തെ 103 രൂപയായിരുന്നു എങ്കിൽ ഇപ്പോഴത് വർദ്ധിച്ചിരിക്കുന്നു ഈ 153 രൂപയിലേക്ക് എന്നതാണ്. ഇത് ഏറ്റവും അധികം ബാധിക്കുന്നത് ഒരുപക്ഷെ ഈ ഹോട്ടൽ തൊഴിലാളികളിൽ ചിലരെങ്കിലുമൊക്കെ, ഹോട്ടൽ മേഖലയിൽ ഇപ്പോൾ ഈ ഗ്യാസ് കുറഞ്ഞതോടുകൂടി ചിലരൊക്കെ മണ്ണെണ്ണ ഉപയോഗിച്ചുകൊണ്ട് തട്ടുകടകളും ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഇതിന് ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്കാണ്. അവർക്ക് മത്സ്യബന്ധനത്തിന് പോകുന്നതിന് ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണല്ലോ മണ്ണെണ്ണ. അവർ വലിയ പ്രതിസന്ധിയിലാണ്. ആദ്യം ആ മേഖലയിൽ നിന്നുള്ള പ്രതിസന്ധി എന്ന് കേൾക്കാം. മണ്ണെണ്ണ വില വർധന കടുത്ത പ്രതിസന്ധിയാണ് മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി മണ്ണെണ്ണയ്ക്ക് വന്ന വില വർധനവ് അത് പലരുടെയും ജീവിതമാർഗം തന്നെ മുട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഈ പുറക്കാട് മേഖലകളിൽ തന്നെ ധാരാളം മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോയിരുന്നവരാണ്. ഇപ്പോൾ സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാകുന്ന പലരും വള്ളം കയറ്റി വെച്ചിരിക്കുന്ന അവസ്ഥയാണെന്നാണ്. പലരും വള്ളം കയറ്റി വെച്ചിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ബാധ്യതകൾ വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. കാരണം ഒരു ദിവസത്തെ ഇന്ധന ചെലവെന്ന് പറഞ്ഞാൽ 100 ലിറ്റർ എണ്ണയുടെ മേളിലാണ് ഇന്ധന ചെലവ് വരുന്നത്. അപ്പോൾ ഈ ഒരു മാസത്തേക്ക് ഒരു കാർഡിന് കൊടുക്കുന്ന എണ്ണയെന്ന് പറഞ്ഞാൽ 140 എണ്ണയാണ്. അതിൻ്റെ പുറത്താണ് ഈ 54 രൂപ ഇപ്പോൾ ഒറ്റയടിക്ക് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ പിടിച്ചു നിൽക്കും? എങ്ങനെ ഈ തൊഴിലാളികൾ പണിക്ക് പോകാൻ പറ്റും? ഒരു ദിവസം 2 ദിവസം പോയി പണിയില്ല എങ്കിൽ ഭാരിച്ച ബാധ്യതകളാണ് വരുന്നത്. കാരണം 25,000 രൂപ 30,000 രൂപ ഡെയിലി ബാധ്യതകൾ വരുവാണ്. ഇതേപോലെ തന്നെയാണ് വലിയ ലൈനൻ്റ് വള്ളങ്ങൾക്കാണേലും ഡീസൽ ചെലവ് ഭയങ്കരം. സബ്സിഡി ലെവലിൽ ഒരു കാരണവശാലും ഒരു പമ്പുകൾ തുറക്കാനോ അല്ലെങ്കിൽ സബ്സിഡി ലെവലിൽ ഒരു ഇന്ധനം കൊടുക്കുന്നതിനുള്ള ഒരു മാർഗ്ഗങ്ങളും കണ്ടെത്തിയിട്ടില്ല. ഇപ്പോൾ ഈ 54 രൂപ ഒറ്റയടിക്ക് കൂട്ടിയപ്പോൾ കേരള സർക്കാർ അതിനകത്ത് 25 രൂപ സബ്സിഡി എന്നുള്ളത് 50 രൂപ സബ്സിഡിയാക്കി കൊടുത്തിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളെ ഏത് രീതിയിൽ സഹായിച്ച് നിലനിർത്താം എന്നുള്ള രീതിയിലാണ് കേരള സർക്കാർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കേന്ദ്രത്തിന് മണ്ണെണ്ണ വീതം കൂട്ടിയാൽ മാത്രമേ ഇവിടുത്തെ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് മുൻപോട്ട് മത്സ്യമേഖല കൊണ്ട് പണിയെടുത്ത് ജീവിക്കാനൊക്കത്തുള്ളൂ. 140 ലിറ്റർ മണ്ണെണ്ണയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് സബ്സിഡി ഇനത്തിൽ. അത് ഒരു വള്ളത്തിന് എത്ര ദിവസം ഉപയോഗിക്കാൻ പറ്റും? ഒരു ദിവസത്തേക്ക് നിരമ്പത്തില്ല. പണിയുള്ള ദിവസങ്ങളാണ് ഒരു ദിവസത്തേക്ക് നിരമ്പത്തില്ല. ഒരു ദിവസം 100, 150, 200 എണ്ണയുടെ മേളിൽ ചിലവ് വരുന്ന ദിവസങ്ങളുണ്ട്. ഇപ്പോൾ പണിയുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെ തുടങ്ങുന്ന പണി ചിലപ്പോൾ വൈകിട്ട് 6 മണി, 7 മണി, 8 മണി വരെയാണ്. ഇത് ഓടിപ്പോയി പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇന്ധന ചെലവ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പണി കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇന്ധന ചെലവ് കൂടും. എന്തായാലും ഒരു ദിവസം കുറഞ്ഞത് 100 ലിറ്റർ മണ്ണെണ്ണയുടെ ചിലവുണ്ടാകും. ഇപ്പോൾ ഇവിടുന്ന് ഇറക്കിയാൽ ചിലപ്പോൾ കായംകുളം പുഴയിലായിരിക്കും, കായംകുളം ഹാർബറിലായിരിക്കും നമ്മൾ മീനൊക്കെ ഉണ്ടാകുന്നത്. അവിടം വരെ ഓടിയിട്ട് വേണം ഈ വള്ളം മീനുമായിട്ട് തിരിച്ചു വരാൻ. അപ്പോൾ 100 എണ്ണയുടെ അടുത്ത് ചിലവാകുകയാണ്. അപ്പോൾ ഈ ഒരു ദിവസം കിട്ടുന്നതാണ്, ഒരു കാർഡിന് കിട്ടുന്ന 140 എണ്ണ, അത് ഒരു ദിവസത്തേക്ക് മാത്രമേ അത് ആകുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം പുറത്തുനിന്ന് എണ്ണകൾ വാങ്ങിച്ചു വേണം ഈ മത്സ്യത്തൊഴിലാളികൾ പണിക്കും. ഇതിപ്പം പുറത്ത് വില കൂടുമ്പോഴത്തേക്കെന്ന് പറയുമ്പോൾ ഇപ്പോൾ പണിക്ക് പോയി പണി കിട്ടിയില്ലെങ്കിൽ ഒരു ദിവസമോ 2 ദിവസമോ കഴിഞ്ഞാൽ പിന്നെ പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥകൾ വരും. പ്രസ്ഥാനങ്ങളില്ലാതാകുന്നു. അങ്ങനെയാണ് ഈ മേഖലയിലെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയി പ്രസ്ഥാനങ്ങൾ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിതാണ്. ഇതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ മണ്ണെണ്ണ വീതം വെട്ടിക്കുറച്ചുകൊണ്ട് ഇപ്പോൾ 54 രൂപ ഒറ്റയടിക്കുള്ള വില കൂട്ടലിന് ആയിക്കഴിഞ്ഞപ്പോൾ ഈ പണി വരുന്ന സീസൺ ടൈമുകളാണ്. എങ്ങനെ മത്സ്യത്തൊഴിലാളികൾ പണിക്ക് പോകാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. അപ്പോൾ അതിൻ്റെ ഏത് നിലയിലാണ് മത്സ്യത്തൊഴിലാളികൾ നിലനിർത്തുന്നതിനുള്ള ഒരു വഴി കണ്ടെത്തി കിട്ടണം. അതാണ് പറയുന്നത്. അതായത് ഈ സബ്സിഡി ഒന്ന് അങ്ങോട്ട് നോക്കൂ, ഇവിടെ നിൽക്കുക ചേട്ടാ. ഈ സബ്സിഡി എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി കിട്ടാറുണ്ട്? ഞാൻ ഈ സബ്സിഡിയുടെ മണ്ണെണ്ണ എടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. സബ്സിഡിയുടെ മണ്ണെണ്ണ എടുത്താലും 2-3 മാസങ്ങളൊക്കെ കഴിഞ്ഞാൽ പൈസ കയറുന്നത്. 2-3 മാസങ്ങളൊക്കെ കഴിഞ്ഞാണ് ഈ പൈസ കയറുന്നത്. ഈ സബ്സിഡി നിരക്ക് എങ്ങനെയാണ്? സബ്സിഡി പൈസ നിങ്ങൾക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മളിപ്പോൾ മണ്ണെണ്ണ ബാങ്കിൽ കൊണ്ടുവന്ന് പൈസ നമ്മൾ പൂർണ്ണമായിട്ട് പൈസ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അന്നേരം ഈ പറഞ്ഞ ഇപ്പോൾ 145 രൂപ വിലക്ക് എണ്ണ തരും, അല്ലെങ്കിൽ 150 രൂപ വിലക്ക് എണ്ണ തന്നു കഴിഞ്ഞാൽ നമ്മളത് 2-3 മാസം കഴിയുമ്പോഴാണ് ഈ പൈസ കയറുന്നത്. അന്നേരം ഈ പൈസ കയറിയിട്ടൊന്നും നമുക്ക് പൈസ കൊണ്ട് പ്രയോജനപ്പെടുത്തില്ല എന്ന് പറഞ്ഞ പോലെ. 145 രൂപയുടെ എണ്ണ അടിച്ചാൽ നിങ്ങൾക്ക് 145 ലിറ്റർ എണ്ണ അടിച്ചാൽ നിങ്ങൾക്ക് എത്ര രൂപ സബ്സിഡി കിട്ടും? ഞാൻ ഇപ്പം ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഈ വിലക്ക് ഞാൻ എണ്ണ അടിച്ചിട്ടില്ല. എണ്ണ അടിക്കാൻ എൻ്റെ സാമ്പത്തികമില്ല. എൻ്റെ വള്ളങ്ങൾ പണിക്ക് പോകാതിരിക്കുകയാണ്. പക്ഷേ ഈ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ ഒരുപാട് വള്ളങ്ങൾ ഇവിടെ വന്ന് പണിയെടുക്കുന്നുണ്ട്. അവർക്കെല്ലാം അവർ എണ്ണ സ്വന്തമായിട്ട് കൊണ്ട് ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് 65 രൂപ വിലക്ക് എണ്ണ കിട്ടുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തമിഴ്നാട് പോലെ അല്ലേ നമ്മുടെ കേരളം? തമിഴ്നാട്ടിൽ എണ്ണ കിട്ടുന്ന പോലെ നമുക്ക് കിട്ടണ്ടേ?
അതെന്തുകൊണ്ട് നമ്മുടെ ഈ സർക്കാർ നമുക്ക് തരുന്നില്ല? ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ നോക്കുന്നില്ല. അത് ഞങ്ങൾക്ക് ചോദിക്കാം. ഇപ്പം ഈ ചൂട് കാലമാണ്. ഈ മീൻ എന്ന് പറയാൻ നേരത്തെ ഈ വെള്ളത്തിൽ ചൂടടിച്ച് കഴിയുമ്പോൾ മീനെല്ലാം പുറംകടലിൽ പോവുക. ഞങ്ങൾ ഈ ചൂട് നിങ്ങളെ ബാധിക്കുന്നുണ്ട്? ഞങ്ങളെയും ബാധിക്കുന്നുണ്ട്. ഈ പുറംകടലിൽ പോയി ഞങ്ങൾ മത്സ്യം പിടിച്ചുകൊണ്ട് വരുമ്പോൾ ഞങ്ങൾ കൊണ്ടുവരുന്ന മത്സ്യം ഞങ്ങളുടെ ചെലവിന് വേണ്ടിയിട്ട് കിട്ടുന്നില്ല. അങ്ങനെയായി വന്നപ്പോൾ എല്ലാവരും പ്രസ്ഥാനങ്ങളെല്ലാം കിഴക്ക് കയറ്റി വെച്ച് ഇതുപോലെ ടൈറ്റാനിൽ കിടക്കുക. അതായത് ഇവിടെ ചൂട് തുടങ്ങിയതോടുകൂടി മത്സ്യങ്ങൾ ആഴക്കടലിലേക്ക് പോയി തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരും. കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ വരുന്നത് ഞങ്ങൾ കൊണ്ടുപോകുന്ന ഇന്ധനത്തിന് കാശ് തികയുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് കടം കൂടിക്കൊണ്ടുവരുന്നു. ഞങ്ങളപ്പോൾ ഈ പ്രസ്ഥാനങ്ങൾ എൻ്റെ പ്രസ്ഥാനമായിരിക്കുന്നത് ഓർമ്മ അവിടെ തകർന്ന് കിടക്കുന്നത്. ഇതെല്ലാം ഞങ്ങൾ കരക്കയറ്റി വെച്ചിട്ടും ഇവിടെ വെറുതെ ഇങ്ങനെ നിൽക്കുക. വെള്ളം കരക്കയറ്റിട്ട് എത്ര കാലമായി? എൻ്റെ വള്ളം കരക്കയറ്റിട്ട് ഇപ്പോൾ ഒരു 3 മാസമായി. 3 മാസമായി. പോയിട്ട് ഗുണമൊന്നുമില്ല. അത് തന്നെയല്ല, പിന്നെ ചില വള്ളങ്ങളൊക്കെ പണിക്ക് പോകുന്നുണ്ട്. അവർക്കൊക്കെ സാമ്പത്തിക ശേഷിയുള്ളവരൊക്കെ പണിക്ക് പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ പോകാനുള്ള സാമ്പത്തിക ശേഷിയില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എൻ്റെ വള്ളം അതെ ആയിരിക്കുന്നത്. ഇത്രയും വലിയൊരു വില വർധന ഉടനെ ഈ കാലത്ത് ഏതെങ്കിലും അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്? ഈ ഭരണം വന്നതിന് ശേഷം ഇങ്ങനത്തെ ഒരു വിലക്കയറ്റം. അരിക്ക് വരെ 55 രൂപ കൊടുത്താണ് മേടിക്കുന്നത്. 1 കിലോ അരിക്ക് വരെ പല വാഗ്ദാനങ്ങൾ പറഞ്ഞ് വന്നിട്ട് 1 കിലോ അരി വേണമെങ്കിൽ 55 രൂപ കൊടുക്കണം. ഈ ഇവിടുന്ന് ഞങ്ങൾക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി കൊണ്ടാണ് ഞങ്ങൾ ഉപജീവിത മാർഗം കഴിഞ്ഞു കൂടുന്നത്. ഈ സർക്കാർ എന്ത് നേട്ടം ഉണ്ടാക്കി തന്ന ഒരു വള്ളമലയും തകർന്നു പോയിട്ട് 1 മാസത്തെ പൈസ അടക്കാതെ വന്നപ്പോൾ എനിക്ക് 10 രൂപ എനിക്ക് കിട്ടിയില്ല ഒരു സർക്കാരിൽ നിന്ന്. മത്സ്യവെട്ടിയിൽ നിന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ട് അവർ പറഞ്ഞു ഒരാനുകൂല്യം നിങ്ങൾക്ക് കിട്ടത്തില്ലെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഞങ്ങൾ ഈ സർക്കാരിനെ എങ്ങനെ വിശ്വസിക്കും? എങ്ങനെ ഞങ്ങൾ ഈ സർക്കാരിനെ വിശ്വസിക്കും? ചേട്ടൻ പറഞ്ഞതുപോലെ 25 രൂപ 50 രൂപ ഇപ്പം സബ്സിഡി. എന്ത് കാര്യത്തിന് ഇതൊക്കെ നിശ്ചയിച്ചൊരു വിലയും കിട്ടാൽ പോരെ? ഒരു വിലയും കിട്ടാൽ പോരെ? നമ്മളിപ്പോൾ ഈ മാസം കൊണ്ടുവന്ന് നമ്മൾ കടവൊക്കെ മേടിച്ച് പലിശക്കൊക്കെ മേടിച്ച് നമ്മൾ കൊണ്ടുവന്ന് മണ്ണെണ്ണ എടുത്ത് കഴിയുമ്പോൾ 3-4 മാസം കഴിയുമ്പോഴാണ് ഈ സബ്സിഡി എന്ന് പറഞ്ഞ പൈസ ഇങ്ങോട്ട് കയറുന്നത്. എന്നിട്ട് പറയുന്നത് ഞങ്ങൾ ഇത്ര രൂപ സബ്സിഡി കൊടുക്കുന്നെന്ന് പറയുന്നത്. നിങ്ങൾ ഇതെല്ലാം വാങ്ങുന്നത് പിന്നെ കരിഞ്ചന്തയിലാണോ ഈ എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്? പിന്നെ ഈ എണ്ണ മാഫിയക്കാരാണ്. അവർ കറക്റ്റായിട്ട് നല്ല എണ്ണയല്ല കൊണ്ടുവരുന്നത്. ഇപ്പൊ വരുന്ന എണ്ണക്ക് ഈ മണ്ണെണ്ണയുടെ മണം പോലും ഇല്ലാത്ത എണ്ണയാണ് വരുന്നത്. എഞ്ചിന്റെയൊക്കെ ബയറിങ് പോകുന്ന, അതായത് എവിടുന്നൊക്കെയാണ് കൊണ്ടുവരുന്നത് അറിയാൻ പറ്റത്തില്ല. എത്ര രൂപയാവുന്നുണ്ട് അവർ എണ്ണയ്ക്ക്? നമ്മുടെ ഈ എണ്ണയുടെ കാശ് തന്നെ കൊടുക്കണം അവർക്ക്. 145 രൂപ 1 ലിറ്റർ മണ്ണെണ്ണ. ഇതിൻ്റെ അകത്ത് ഓയിൽ ചേർക്കും. ഓയിൽ ചേർത്ത് വരുമ്പോൾ 1 ലിറ്റർ മണ്ണെണ്ണക്ക് 145 രൂപ വില വീഴും. ഈ ഓയിലും ചേർത്ത് വരുമ്പോൾ 100 എണ്ണ വേണമെങ്കിൽ 14,500 രൂപ കൊടുക്കണം. ഒരു ദിവസം എൻ്റെ ഒരു വള്ളം പോയാൽ 100 ലിറ്റർ എണ്ണയുടെ മേളിൽ കത്തും. അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് സബ്സിഡി എനിക്ക് കിട്ടുന്ന ഒറ്റ ദിവസത്തേക്ക് ഉപയോഗിക്കാനുള്ളത് മാത്രമാണ്. ബാക്കിയുള്ള ഈ മാസം മുഴുവൻ നിങ്ങൾ തികയ്ക്കണമെങ്കിൽ നിങ്ങൾ ഈ കരിഞ്ചന്തയിൽ നിന്ന് എണ്ണ മേടിക്കണം. കരിഞ്ചന്തയിൽ നിന്ന് എണ്ണ മേടിക്കണം. അങ്ങനെ അത് കാരണം ഞങ്ങൾ പോയി കടം വരുന്നത് കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഒരുപാട് കാശ് ഞാൻ പലിശക്ക് മേടിച്ചിട്ടുണ്ട്. പലിശ കൊടുക്കാനുണ്ട്. ആൾക്കാർ വന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കാരണം ഞാൻ പ്രസ്ഥാനങ്ങളെല്ലാം പിടിച്ച് മേളി വെച്ചിരിക്കുക. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ എങ്ങനെയാ? ഇവിടുത്തെ അവസ്ഥ ജീവിക്കാൻ പറ്റുന്നില്ല. കടപ്പുറം പണിയാൻ ഞങ്ങളുടെ മക്കൾക്കല്ല. ഈ വള്ളത്തിലാണ് കയറുന്നത്. ഇതിപ്പോ വർഷങ്ങളായി ഇപ്പൊ പിടിച്ച് കരക്കയറ്റി വെച്ച് ഇരിക്കുമ്പോൾ വല പൊടിയുവാണ്. വള്ളം പോകുന്നു. പണ്ടത്തെ വള്ളം പോലെ അല്ല. ഇപ്പോഴത്തെ ഫ്ലേവർ വെള്ളമാണ്. അത് ഒരാഴ്ച കഴിയുമ്പോൾ വെയിൽ കൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞ് പോകും. അപ്പം ഞങ്ങൾക്കും ഒക്കെ മണ്ണെണ്ണ വില വർധന നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം ബാധിച്ചുകൊണ്ടിരിക്കുക. എല്ലാ സാധനങ്ങൾക്കും വിലക്കയറ്റം. ഇനിയേറ്റം പഞ്ചായത്തുകാർ കിറ്റ് വരെ കൊടുക്കണം. മാസത്തിൽ 50 രൂപ കൊടുത്തെങ്കിലേ ആ കിറ്റ് എടുത്തുകൊണ്ട് പോകത്തുള്ളൂ. അപ്പോൾ സർക്കാർ കിറ്റ് ആദ്യം നിർത്തുന്നില്ലല്ലോ. മാവേലി സ്റ്റോർ വഴി, സൂപ്പർ മാർക്കറ്റ് വഴി ഇതൊക്കെ കവറിലാണ് വരുന്നത്. അപ്പോൾ ഈ സാധനം നിർത്തുന്നില്ല. അവർ മാസം തോറും വന്നുകൊണ്ടിരിക്കുന്നു. പ്ലാസ്റ്റിക് എടുക്കാൻ വരുമ്പോൾ 50 രൂപ കൊടുക്കണം. ഈ പ്രാവശ്യം ഇല്ല. അടുത്ത വർഷം തരാൻ അവരെടുക്കത്തില്ല. എന്നിട്ട് ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചെന്നാൽ ഉടനെ ഞങ്ങൾക്ക് ആ 50 രൂപയുടെ ഫൈനുമായിട്ട് അടച്ചെങ്കിൽ മക്കൾ മത്സ്യബന്ധനത്തിന് പോകും. ഈ വള്ളത്തിലാണ് കയറുന്നത്. ഇപ്പൊ പോകാത്ത അവസ്ഥയാണ്. പോകാത്ത അവസ്ഥ. പോയാലും ഒരു രക്ഷയില്ല. ഇതാണ് മണ്ണെണ്ണയുടെ വിലക്കയറ്റം കാരണം. പോയാൽ കൊണ്ടുവരുന്ന മീൻ വിലയില്ല. മത്സ്യവെട്ടുകാർ അതിൻ്റെ വില അനുസരിച്ച് മീൻ കൊടുക്കുന്നില്ല. അപ്പം ഞങ്ങളുടെ പിള്ളേരും പട്ടിണി കിടക്കുക. ഞങ്ങളൊക്കെ പട്ടിണി കിടക്കുന്നത്. ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾ തിരക്കാൻ ആരുമില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ കടൽ കയറി വരുന്നുണ്ടോ? ഞങ്ങളെ 10 ലക്ഷം തന്ന് മാറ്റാമെന്നും പറഞ്ഞ് ഞങ്ങളെ ചാലക്കുടിയിലിട്ടിരിക്കുക. ഒരു വർഷം കൂടെ ഇങ്ങനെ പോയാൽ, ഒരു വർഷം കൂടെ ഈ കണ്ടീഷനിൽ പോയാൽ മിക്കവാറും ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരെല്ലാം ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വരും. പിടിച്ചു നിൽക്കാൻ പറ്റും. ഇതൊരാൾ ആത്മഹത്യ ചെയ്തതാണ്. ആത്മഹത്യ ചെയ്ത ആളുടെ ആണോ? കടം കൂടിയിട്ട് ആത്മഹത്യ ചെയ്ത, കെട്ടിത്തൂങ്ങിച്ചത്ത്.
ആരുടെയായിരുന്നു? ആരാ ഇത് മരണപ്പെട്ടത്? പിന്നെ വിനോദം എന്ന് പറയും, കാക്കടത്തുള്ളതാ. അയാൾ ഇങ്ങനെ കടം കൂടിയിട്ട് അയാൾ ആത്മഹത്യ ചെയ്യുമായിരുന്നു. അപ്പൊ ഈ അവസ്ഥയിൽ പോയ ഒരുമാതിരും പിടിച്ചു നിൽക്കാൻ മനസ്സില്ലാത്തവരൊക്കെ ആത്മഹത്യ ചെയ്യും. അപ്പോൾ ആരോടെങ്കിലും എന്നോട് തന്നെ ഒരാൾ ഈ ഇരിക്കുന്നതാണ് മേടിച്ച് കഴിഞ്ഞ പ്രാവശ്യം മല വാങ്ങിച്ച് കുറുക്കി ഇറക്കിയതാണ്. നമുക്ക് ഇതുവരെ 10 പൈസ ഇല്ല. അത് നമുക്ക് മുതൽ തരാനുമില്ല, പലിശ തരാനുമില്ല. അതുപോലെ 3-4 പേർക്കുണ്ട്. നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ മക്കൾക്ക് ഇറക്കി പോയാൽ 10 രൂപ കിട്ടും, അതിൽ നമുക്ക് 5 രൂപ വെള്ളം കുടിക്കാം എന്നും പറഞ്ഞ് ഞങ്ങൾ കൊടുക്കുന്നത്. ന്യൂസ് 18 വാർത്താ സംഘം ഇപ്പോൾ ഉള്ളത് പുറക്കാട് മേഖലയാണ്. പുറക്കാട് ഉൾപ്പെടെയുള്ള ആലപ്പുഴയുടെ തീരദേശങ്ങൾ പലയിടങ്ങളിലും ഇത്തരത്തിൽ ധാരാളം വള്ളങ്ങൾ കാണാൻ കഴിയും. ഉടമകൾ ആരെന്ന് പോലും ഇപ്പോൾ പലർക്കും അറിയില്ല. കാരണം നഷ്ടം കൊണ്ട് തിരിച്ചെടുക്കാൻ വയ്യാതെ ആളുകൾ ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോയാൽ ഇനി ജീവിതം കടുത്ത പ്രതിസന്ധികളിലൂടെയാവും പോവുക. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.